Welcome to my classroom, Design of Concrete Structures 2, Civil Engineering, Semester 6, KTU. Hi all, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Today's topic, columns subjected to compression and uniaxial bending. Problems. Module 1, columns subjected to compression and uniaxial bending. Problems. Problem number 4. Question. Design a short circular column. Okay. Design a short circular column of diameter 500 mm with the following data. Factored load, that means PU, 800 kilonewton. Factored moment, 162.5 kilonewton meter. Use M20 grade mix Fe415 steel. Provide hoop reinforcement. Okay, ഇതാണ് ക്വസ്റ്റ്യന്. നമ്മൾ നേരത്തെ ചെയ്ത 3 ക്വസ്റ്റ്യനും റെക്ടാങ്കുലർ കോളം ആയിരുന്നു, ഷോർട്ട് റെക്ടാങ്കുലർ റീൻഫോഴ്സ്ഡ് കോളം ആയിരുന്നു. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് സർക്കുലർ കോളം ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡയമീറ്റർ വന്നിട്ടുണ്ട് 500 mm. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സൊല്യൂഷനിലേക്ക് പോവാം. നമുക്ക് യൂസ് ചെയ്യേണ്ടത് സർക്കുലർ കോളമാണ്. ഓക്കെ, ക്ലിയർ ആയിക്കോ. ഓക്കെ, ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 500 mm. സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഗിവൺ ഡേറ്റ. ഓക്കെ, ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, എന്താ, ഡയമീറ്റർ 500 mm. ഓക്കെ, 500 mm. ദെൻ നമുക്ക് ഫാക്ടേർഡ് ലോഡ്, ഇറ്റ് ഇസ് PU 800 kilonewton into 10 raised to 3 Newton. Then factored moment MU 162.5 kilonewton meter ആണ് into 10 raised to 6 Newton mm. പിന്നെന്താ M20, that means FCK നമുക്ക് എന്താ 20 Newton per mm square. Then FY 450 Newton per mm square. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സർക്കുലർ കോളം ആണ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം എന്താ, എഫക്റ്റീവ് കവർ അസ്യൂം ചെയ്യാം. അസ്യൂം എഫക്റ്റീവ് കവർ. നമ്മുടെ ഈ ഡയമെൻഷൻ നോക്കിയിട്ട് വേണേ, ഏകദേശം അതുമായിട്ട് വരുന്നത് വേണം നമുക്ക് കവർ കൊടുക്കാനായിട്ട്. 50 mm. സോ D dash by capital D, 50 by 500, it is 0.1. ഓക്കെ, നമുക്കിനി ചാർട്ടിലേക്ക് പോവാം. D dash by D 50 by 500 0.1 ആണ്. FY 415 ആണ്. കോളം സർക്കുലർ ആണ്. അപ്പം ഏത് ചാർട്ട് വേണമെന്ന് നോക്കുക. സർക്കുലർ കോളം വിത്ത് ബെൻഡിങ് വേണം എടുക്കാൻ. കംപ്രഷൻ വിത്ത് ബെൻഡിങ് സർക്കുലർ സെക്ഷൻ വേണം എടുക്കാനായിട്ട്. യൂസ് SP16 ചാർട്ട് എടുത്തേക്കുക എല്ലാവരും. ഓക്കെ, ഏത് വേണം ചാർട്ട്? സർക്കുലർ ആണ്. ചാർട്ട് 56. സി ചാർട്ട് 56, കംപ്രഷൻ വിത്ത് ബെൻഡിങ് സർക്കുലർ സെക്ഷൻ. ക്ലിയർ ആണല്ലോ. FY 415 ആണ്. D dash by D 0.1 ആണ്. സി ഫിഗർ കണ്ടോ, സർക്കുലർ സെക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് ചാർട്ട് 56 ആണ്. പേജ് നമ്പർ 141. ഓക്കെ, പേജ് നമ്പർ നോക്കണ്ട, നമ്മുടെ ചാർട്ട് 56 എടുത്തോണ്ടാ മതി. ഓക്കെ, നമുക്ക് ഇനി നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. PU by FCK BD സ്ക്വയറും MU by FCK D ക്യൂബ്. ശ്രദ്ധിക്കണം, സർക്കുലർ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ചെയ്തു. PU by FCK BD അല്ല D സ്ക്വയറും, MU by FCK BD സ്ക്വയർ അല്ല D ക്യൂബും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, യൂസ് SP16 ചാർട്ട് ഏതായിരുന്നു? 56. ഓക്കെ, നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് PU by FCK D സ്ക്വയർ.
PU നമുക്ക് given ആണ് 800 into 10 raised to 3 divided by 20 into D square 500 square. എത്ര വന്നു? 0.16. Okay. Then അടുത്ത നോൺ ഡയമെൻഷണൽ പാരാമീറ്റർ ഇവിടെ എഴുതട്ടെ. mu by FCK D cube. Okay. എന്താ mu എന്താ 162.5 into 10 raised to 6 divided by FCK 20 into 500 cube. എത്ര വന്നു? 500 cube. 0.065. ഓക്കെ. ഇനി നമുക്ക് റെഫർ ചെയ്യാം, നമ്മുടെ ചാർട്ട് നമുക്ക് റെഫർ ചെയ്യാം. എന്താ PU by FCK D square നമുക്ക് 0.16ഉം MU by FCK D cube 0.065. യൂസ് പെൻസിൽ. ഓക്കെ. ചാർട്ട് 56 എടുത്തു. PU by FCK 0.16. നമ്മുടെ 0.1 ഇതാണ്. 12 14 16 182. അപ്പൊ നമുക്ക് 16 ആണ്. 246 ദേനാ ഇത്. ഓക്കെ. നമുക്ക് MU by FCK D ക്യൂബ് എത്രയാ? 0.065. 0.1 0.2 0.345 0.060665 ആണ്. സോ 67നും 0.06നും 0.07 ഇൻ ബിറ്റ്വീൻ. സി ഇവിടെ വരും, ഇവിടെയും വരും. നമുക്ക് 16 ആയിരുന്നു ഇവിടെ. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കേർവ് ഇതിനും ഇൻ ബിറ്റ്വീൻ, അതായത് 0.04നും 0.06നും ഇടയിൽ കറക്റ്റ് നടുക്കായിട്ടാണ് വന്നത്. കാരണം 0.0665 ഇതിന്റെ നടുക്കായിട്ട് വരുമ്പോൾ നമുക്ക് എന്തെടുക്കാം? 0.04നും 0.06നും ഇടയിൽ കറക്റ്റ് നടുക്ക് വരുമ്പോൾ നമുക്ക് എന്ത് വരും? 0.05. സോ P by FCK 0.05 ആയിട്ട് എടുക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എത്രയാ? പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ P equal to 0.05 into 20. എത്രയാ? ഇറ്റ് ഇസ് 1%. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? ലോങ്റ്റിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ഓഫ് ലോങ്റ്റിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ. നമുക്ക് ആദ്യം ASC കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ എന്താ? P by 100 into AG ഗ്രോസ് ഏരിയ. P 1% divided by 100 into gross area. സർക്കുലർ ആണ്. π/4 D square. എത്ര വന്നു? 1963.5 mm square. 1963.5 mm square. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് 20 mm diameter bars. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. നമ്പർ ഓഫ് ബാർസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ 1963.5 ഡിവൈഡ് ബൈ ഒരെണ്ണത്തിന്റെ π/4 20 സ്ക്വയർ. എത്ര വന്നു? 6.25. ഓക്കെ. നമുക്ക് റൗണ്ട് ചെയ്ത് 8 എടുക്കാം. 8 നമ്പേഴ്സ് അല്ലേ? 7 നമ്പേഴ്സ് സർക്കുലർ അല്ലേ? ഓക്കെ. ദെൻ പ്രൊവൈഡ് ചെയ്യാം. provide 8 numbers of 20 mm dia bars. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസൈൻ ഓഫ് lateral reinforcement or lateral ties.
ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞൊരു പ്രോബ്ലം ചെയ്തുകൊണ്ട് അറിയാം, ഡിസൈൻ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അറിയാം. ലാറ്ററൽ ടൈസ് നമുക്ക് ആസ് പെർ IS 456/2000, പേജ് നമ്പർ 49, ക്ലോസ് 26.5.3.2C. ഓക്കെ, എടുക്കുക. സി, പിച്ച് ആൻഡ് ഡയമീറ്റർ. ഓക്കെ, ഡയമീറ്റർ എന്താ നമുക്ക് വന്നേക്കുന്നത്? ഷാൽ ബി നോട്ട് ലെസ് ദാൻ 1/4 ആൻഡ് നോട്ട് ലെസ് ദാൻ 6 mm. പിച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട് 3 കണ്ടീഷൻ. നോട്ട് മോർ ദാൻ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആൻഡ് സെക്കൻഡ് 16 times the smallest diameter and last 300 mm. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഫസ്റ്റ് ഡയമീറ്റർ. ഓക്കെ, നോട്ട് ഷാൽ ബി നോട്ട് ലെസ് ദാൻ എന്താ 1/4 the diameter of largest longitudinal bar 20 ആണ്. So it is 5 mm. Second, not less than 6 mm. ഇപ്പൊ നമുക്ക് ഏത് കൊടുക്കണം? ഇതിനെക്കാട്ടിലും ഹയർ കൊടുക്കാം. 5 ഉണ്ട് 6 ഉണ്ട്. ഒന്നീ നമുക്ക് 6 പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് 6 mm dia bars. Second, pitch not more than 3 കണ്ടീഷൻ പറയുന്നുണ്ട്. എന്തായിരുന്നു? ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ നമുക്ക് എത്ര? 500 mm. സെക്കൻഡ് 16 times diameter 20, it is 320 mm. then 300 mm. ഇതില് മിനിമം വാല്യൂ സെലക്ട്. മിനിമം വാല്യൂ ഏതാ? 500, 320, 300. 300. Okay, so finally provide 8 mm dia bars at 300 mm center to center spacing as lateral ties. Okay, ഇനി നമുക്ക് എന്താ ഉള്ളത്? ഫൈനലി reinforcement details. Okay, final reinforcement details. Okay, നമുക്ക് സർക്കുലർ കോളം ആണ് പറഞ്ഞേക്കുന്നത്. സോ ആദ്യം നമുക്ക് സർക്കുലർ കോളം വരച്ചു. ഓക്കെ, ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് 500D. ഓക്കെ, ഇനി നമ്മൾ ലോങ്റ്റിറ്റ്യൂഡിനലായിട്ട് കൊടുത്തത് 8 bars ആയിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, 8 bars, 8 number of 20 mm dia bars. ഇനി നമ്മൾ ലാറ്ററൽ ടൈസ് ആയിട്ട് 8 mm ആയിരുന്നോ? 6 mm. സോറി, 6 mm ആയിരുന്നേ പ്രൊവൈഡ് ചെയ്തേ. 6 mm dia at 300 mm center to center spacing. ഓക്കെ, ഇനി നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാം. Okay, main reinforcement 8 numbers of 20 mm dia. Lateral ties 6 mm at 300 mm center to center spacing. Spacing 300 mm. 300 mm. D 500. Okay,
ഇതാണ് റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്. നമ്മളിപ്പോ ചെയ്തത് സർക്കുലർ കോളത്തിന്റെ ഡിസൈൻ ആണ്. ക്ലിയർ? വിത്ത് ലാറ്ററൽ ടൈസ്. ഇനി നമുക്ക് സർക്കുലർ കോളം വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ആയിട്ട് കാണാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.